ബാക്കിയുള്ള എല്ലാ ദിവസവും വൈകി എണീറ്റാലും നാട്ടിൽ പോണ ദിവസം ഒരു പ്രത്യേക എനർജിയാണ്. റെഡി ആയി ഞാൻ ഡോറ് തുറന്നതും ഒരുത്തൻ ഒറ്റ ഓട്ടം. ആവാൻ പോണേ പോട്ടെ, ഇത് നോക്കി നിന്നാ പോരാ, നമുക്ക് ബസ് പിടിക്കണം, അത് അടുത്തൊരു ചടങ്ങ്. ഏതോ ഒരു ഓട്ടോ കയറി ഞാൻ ബസ് സ്റ്റോപ്പ് പോകുമ്പോഴാണ് ആ ബോർഡ് കണ്ടത്. അപ്പുറത്തെ ബസ്സിൽ തിക്കും തിരക്കും കണ്ട് എന്റെ കണ്ണൊന്ന് തള്ളി. എനിക്ക് തോന്നുന്നു ഇനി പഞ്ചായത്തിലെ എല്ലാരും വീട്ടിൽ പോവാന്ന്. ഫൈനലി മുട്ടിലഴങ്ങിയ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഭാഗ്യം ട്രെയിന് പോയിട്ടില്ല. കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ കുറിക്കാനുള്ള സാധനം വാങ്ങി. വിൻഡോ സീറ്റും പ്രതീക്ഷിച്ച് കയറി എനിക്ക് കിട്ടിയത് അമ്മായിമാറ്റ നടുക്കുള്ള സീറ്റ്. എനിക്ക് കാണാൻ കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്തിരുന്ന ആളുടെ ജീവചരിത്രം മൊത്തം ഞാൻ ചോദിച്ചു. വെറും കൗതുകം. ഇതാട്ടോ ഞാൻ ട്രെയിനിൽ പരിചയപ്പെട്ട ആള്. നാട്ടിലേക്കുള്ള ബസ് ഞാൻ ദൂരത്തുനിന്നേ കണ്ടുവച്ചു. ട്രെയിനിൽ വിൻഡോ സൈഡ് മിസ്സായാലും ബസ്സിലെ വിൻഡോ സൈഡ് ഞാൻ സെലക്ട് ചെയ്തിരുന്നു. വിൻഡോ സൈഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല പാട്ടൊക്കെ കേട്ട് കാഴ്ചകൾ കണ്ടങ്ങനെ ഇരുന്നു. കണ്ണടച്ചു തുറന്നതും നാട്ടിലും എത്തി. ഇത് ഞാൻ പഠിച്ച സ്കൂളാണേ. നാട്ടിലെത്തി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതും ഒരാളവിടുന്ന് കിട്ടിയിട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്ന വഴിയാണ് അച്ഛൻ. അങ്ങനെ ഞാൻ എൻ്റെ സ്വർഗരാജ്യത്ത് എത്തി. ഇനി